ഞങ്ങൾ ഇവരെ മക്കളെ പോലെയാ നോക്കുന്നത്. ഒരു മോളെ ഉണ്ടായിരുന്നുള്ളൂ, മോളെ അയച്ച്. പിന്നെ കൂടുതൽ സമയവും ഞങ്ങൾ പച്ചക്കറിയുടെ കൂട്ടത്തിൽ. ഇവരാണ് ഇപ്പോഴത്തെ മക്കള്. ഞങ്ങൾക്ക് 12 മാസവും ചീര ഉണ്ടാകും. ഇനി ഈ ചീര നട്ടെടുത്ത് വെണ്ടയൊക്കെ നടും. വെണ്ടയെ സംബന്ധിച്ചോളം കിളുന്ന് വെണ്ടക്കാണ് പ്രയോജനവും കറി വെക്കാനും നല്ലത്. മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് തൂക്കം കിട്ടും, പക്ഷെ ഉപയോഗിക്കുന്നവർക്കത് ബുദ്ധിമുട്ട്. കുക്കുംബറിന് 40 രൂപയുണ്ട് നമുക്ക് കർഷകർക്ക്. നമുക്ക് 40 വെച്ച് തരും. വെണ്ട 50 വെച്ച് തരും. ചീര 80 വെച്ച് തരും. എല്ലാം കൂടി ഞങ്ങൾക്ക് അരിമേടിക്കാനുള്ള കാര്യം സാധിക്കാം. നല്ല എനർജിയാണല്ലോ. ഞങ്ങൾ ജൈവ പച്ചക്കറി കൂട്ടി ഭക്ഷണം കഴിച്ചിട്ടാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അത് തന്നെയാണ് കൃഷി ചെയ്യാനും ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു പ്രചോദനം. നമ്മളെ തേടി വന്ന് നമ്മുടെ അടുത്ത് നിന്ന് കൊണ്ടുപോവുകയല്ല, അവരവരുടെ വീട്ടിലേക്കെങ്കിലും അവരും ചെയ്യട്ടെ. ഇത് നല്ലൊരു സന്തോഷവും ഉള്ളൊരു കാര്യം തന്നെയാണ്. രാവിലെ ഞങ്ങൾക്ക് നല്ലൊരു വരുമാനമാണ് കിട്ടുന്നത്. അത് തന്നെ വലിയ സന്തോഷം. 10 മണിക്ക് മുമ്പ് കച്ചവടക്കാർ വീട്ടിൽ വന്ന് ഇതെല്ലാം കൊണ്ടുപോകും. അപ്പോൾ 10 മണിക്ക് മുമ്പ് ഇത്രയും പൈസ കിട്ടുന്നത് അതും ഒരു സമാധാനവും സന്തോഷവും. ഇത് ഒരു 10-20 ദിവസം കഴിഞ്ഞാൽ 10 ദിവസമായതുണ്ട്, 15 ദിവസമായതുണ്ട്, ഇത് 20 ദിവസമായതാണ്, അത് 25 ദിവസമായതാണ്. ആ ഭാഗത്തൊക്കെ ഇത് ഈ വെണ്ടയും ഇതെല്ലാം ചെത്തി ഇതിൻ്റെ അകത്ത് വെച്ച് എളുപ്പ വഴിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ള സാധനം. ഒരു കുഞ്ഞിൻ ട്രോളിയുടെ ഉപയോഗം, ട്രോളിയുടെ ഉപയോഗം തന്നെ. അതെ അതെ, ഇത് കുറെ കാലം അങ്ങനെ കിടന്നോളൂ, കാശ് മുടക്കൊന്നുമില്ല. പിന്നെ വെണ്ടയുണ്ട്. വെണ്ട ഞങ്ങൾ കുരുവാണ് ഇട്ടത്. അപ്പം അതിന് മുമ്പായിട്ട് ചീരയുടെ തൈകൾ നട്ട്. അപ്പം ഈ വെണ്ട പൂത്ത് വന്നപ്പം ചീര ഞങ്ങൾ വിളവെടുത്ത് 150 കിലോ ചീര ഇവിടുന്ന് ഞങ്ങൾ വിറ്റി. അന്നേരം വെണ്ട പൂത്ത്. അപ്പം ചീര പറിച്ച ഹോളിലോട്ടെല്ലാം ഞങ്ങൾ കുക്കുംബറും തണ്ണിമത്തനും ഇട്ട്. അതാണ് ഈ കാണുന്നത് കുക്കുംബർ. തണ്ണിമത്തന്റെ കായൊക്കെ വീണ് തുടങ്ങിയത്. കുക്കുംബർ അടുത്ത മാസം സെറ്റാവും. കുക്കുംബർ നല്ല ഇളപ്രായത്തിലേ നമ്മളിതെടുക്കും. ഉണ്ടാ വിളഞ്ഞു കഴിഞ്ഞാൽ അത് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ പരുവത്തിലെടുത്ത വലിയ ഡിമാൻഡാണ് ഇതിന്. ഇതിനെല്ലാം പ്രത്യേകം ഈ ട്രോളികളുണ്ട്. അത് ഞങ്ങൾ ചീര പറിക്കുന്നതാ, ഇത് വെണ്ട ചെത്തുന്നതാ. അപ്പൊ സുരക്ഷ ചീര ഇപ്പൊ രാവിലെ അത്യാവശ്യം വന്ന രാവിലത്തെ കച്ചവടക്കാർക്കുള്ളത് പറിച്ച് ഇനി പിന്നീട് പറിക്കണം. ഇനി ഇതിപ്പോ ഒരു 10 കിലോയ്ക്ക് മേലുണ്ടാകും. അല്ല, അത് കഴിഞ്ഞ ആരെങ്കിലും വിളിച്ച് വരുവാണെങ്കിൽ പിന്നീടും പറിച്ചു കൊടുക്കും. പിന്നെ ഇനിയിപ്പോ നമുക്ക് വെണ്ടയുടെ വിളവെടുക്കണം. കുക്കുംബറും വെണ്ടയൊക്കെ എടുക്കേണ്ടതാണ്. ഇപ്പൊ അങ്ങോട്ട് പോകാം. ദേ കണ്ട, ഇതാണ് കിളിന്ന് വേണ്ട. കുക്കുംബർ കാണിച്ചു തരാം. നമുക്ക് ഇഷ്ടം പോലെ കുക്കുംബർ ഉണ്ടാകും. അത് ഇത് കണ്ട, എല്ലാ ദിവസവും കുക്കുംബർ എടുക്കാനുണ്ട്. ഇത് കുഞ്ഞു കായ്കളാണ് ഉണ്ടാകുന്നത്. ഇത് നാളത്തേക്ക് പാകാകും. ഇപ്പം ഞാൻ എടുത്ത് കുറേ കച്ചവടക്കാർക്ക് കൊടുത്തത് കൊണ്ടാണ്. എന്നാലും അവിടെയൊക്കെ ഉണ്ട്, ഞാൻ കാണും. എന്ത് സന്തോഷമാണ് കിട്ടുന്നതിനകത്തുനിന്ന്. ഇത് പ്രത്യേക ഒരു സന്തോഷമാണ്. ഇത് കണ്ട, ഇതൊക്കെ കാണുമ്പോഴും ഇതെടുക്കുമ്പോഴും എല്ലാ ദിവസവും ഞങ്ങളും കുക്കുംബർ കഴിക്കാൻ സാധിക്കുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളത് കൊണ്ട്. ഇത് കണ്ട, ഇഷ്ടംപോലെ കുക്കുംബർ ഉണ്ടാകും. ഇപ്പം ഞാൻ രാവിലെ എടുത്ത് കച്ചവടക്കാരന് കുറച്ച് കൊടുത്ത് കിലോ 40 രൂപ വെച്ച് എനിക്ക് കിട്ടും. അപ്പം അതൊക്കെ നമുക്ക് ഇത് കണ്ടാ മോനെ, കണ്ടാ, ഇതാണ് നല്ല പാകത്ത കുക്കുംബർ. ഇതിപ്പോ 1/2 കിലോ ഉണ്ടല്ലോ ഒരെണ്ണം. ഇത് നമുക്ക് ദിവസം 10-30 കിലോ വിൽക്കാൻ സാധിക്കും. 40 രൂപ വെച്ച് കിട്ടും കിലോയ്ക്ക്. അത് തന്നെ 1200 രൂപയായി. നമുക്ക് പാഴി ചെലവൊന്നുമില്ല, അങ്ങനെ പോകുന്നു. മരുന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ ദൈവസഹായത്തെ ഇവരെയൊക്കെ സ്നേഹിക്കണ കൊണ്ടായിരിക്കും, ഇവരെയൊക്കെ കഴിക്കുന്നത് കൊണ്ടുമായിരിക്കും വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. എത്ര വയസ്സായി ശരിക്കും?
അങ്ങനെ ചോദിക്കണത് എന്ത് കാര്യമാണ്? വയസ്സ് പറയാൻ പാടില്ലെന്നുള്ളതാണ്. എന്നാലും ഞാൻ പറയാണ്, വയസ്സിനെ കുറിച്ചൊന്നും ഓർക്കാൻ നേരെയില്ല. എനിക്കിപ്പം 10-65 വയസ്സായി. പിന്നെ മോള് ബർത്ത്ഡേക്ക് കേക്കും വാങ്ങിച്ചു വരും. പിന്നെ ഞങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകാര് എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ഇടുമ്പോഴൊക്കെയാണ് ഇന്ന് എൻ്റെ പ്രായം അറിയണത് ബർത്ത്ഡേ ആണെന്ന് തന്നെ അറിയുന്നത്. അത്രേ ഉള്ളൂ. നമ്മളിതൊന്നും നമുക്ക് കൃഷി ഇതാണ് നമ്മളുടെ ഏറ്റവും വലിയ സന്തോഷം. അത് ഈ മുഖത്ത് കാണാനുണ്ട്. അത് കൃഷിയുടെ കാശൊക്കെ എനിക്കുള്ളതാ കൊച്ചേ. ആണോ? സത്യം. ചേട്ടൻ എടുക്കൂല? ഒരു പൈസ മേടിക്കല. അപ്പൊ എനിക്ക് ചെലവുണ്ട്. ഞാൻ ഗ്യാസ് എടുക്കും, മീന് വാങ്ങിക്കും, രണ്ടും കുഞ്ഞമ്മക്കടൊക്കെ പോവുക, അമ്പലത്തിൽ പോവുക, ഇങ്ങനെയുള്ള ഒന്നും ഞാൻ ചേട്ടനോടൊന്നും വാങ്ങിക്കല. അപ്പൊ നമുക്കത് കുറെ കൂടി സന്തോഷം. ചേട്ടൻ്റെ കൂടി സഹായത്തോടു കൂടി നമുക്കിതെല്ലാം ചെയ്ത് വീട്ടിൽ ഒരു വരുമാനം ഉള്ളത് വലിയ സന്തോഷം. ട്രിപ്പുണ്ട്, അവിടെ നിന്ന് ചീരയ്ക്ക് ട്രിപ്പല്ല, അത് നമ്മളല്ലാതെ നട്ടിരിക്കുകയാണ്. ഇത് മുഴുവൻ ട്രിപ്പിൽ കൊടുത്തിരിക്കുന്നതാണ്. ആദ്യം തന്നെ ഞങ്ങൾ വെണ്ടയുടെ കുരു ഇട്ടിട്ട് ചീരയുടെ തൈ വെച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ ആ മുടക്ക് മുതലെല്ലാം അതിൽ കിട്ടി. 150 കിലോ ചീര വിറ്റായിരുന്നു ഇതിൽ നിന്ന് മാത്രം. അല്ലാതെ ഇപ്പം അപ്പറേ ചെയ്യും 350 കിലോ വിറ്റിട്ടാണ് വീണ്ടും അവിടെ ഇപ്പം നട്ടത്. മുതലല്ല, അതിൽ കൂടുതൽ പോകും. 350 കിലോ ചീര നട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെയാണ് രണ്ടുപേരും. ഞങ്ങൾക്ക് കൈ സഹായത്തിനൊന്നും ഞങ്ങൾ അങ്ങനെ ആരെയും വിളിക്കത്തില്ല. ഞങ്ങൾ കുറേശ്ശെ ദിവസവും കച്ചവടത്തിന് പാകമായി കിട്ടാൻ വേണ്ടി കുറേശ്ശെ ചെയ്യും. ഒറ്റടിക്ക് ചെയ്യുമ്പോൾ ഒറ്റടിക്ക് തീർന്നു പോകുകയല്ലേ, ഞങ്ങൾക്കും ദിവസവും കഴിക്കണ്ടേ. നമ്മുടെ പച്ചക്കറിക്ക് നല്ല ഡിമാൻഡാണ്. എല്ലാവർക്കും അറിയാം നമ്മൾ യാതൊന്നും ചെയ്യലെന്ന്. അഥവാ എന്തെങ്കിലും പുഴുക്കേട പറ്റിയാൽ പോലും അത് നഷ്ടപ്പെട്ടു പോകണതല്ല. നമ്മൾ യാതൊന്നും അതിന് ചെയ്യാറില്ല. വിഷം അടിക്കല. എല്ലാം ജൈവ ഭക്ഷണം ആയിട്ട് ആളുകൾക്ക് കഴിക്കാൻ കൂടി സാധിക്കണം. അല്ലാതെ നമ്മുടെ വരുമാനം മാത്രമല്ല നമ്മൾ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ചെയ്യാൻ സമയമില്ലാത്ത ഒത്തിരി ഉദ്യോഗസ്ഥരൊക്കെ ഇല്ലേ. അവർ ഫ്ലാറ്റിൽ താമസിക്കുന്നവരും വാടകയ്ക്ക് താമസിക്കുന്നവരും ഒക്കെ. പക്ഷെ അവർക്കും ഭക്ഷണം വേണമല്ലോ. അപ്പം അവർക്കൊക്കെ നല്ലത് കഴിക്കാൻ കൂടി സാധിച്ചോട്ടെ എന്നൊരു ഇതുകൂടി നമുക്കുണ്ട്. ഇത് പിന്നെ വേറൊരു വെറൈറ്റീസ് ആയിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത്, ഈ വെണ്ട വരമ്പ് ആ വെണ്ട വരമ്പിൻ്റെ ഇടക്ക് തണ്ണിമത്തനും കുക്കുമ്പറും നിറച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ 1 മാസം കഴിയുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ ലാഭം അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇഷ്ടം പോലെ ഈ വളം കൊണ്ട് തന്നെ അതും വളർന്നോളും. എത്തും. വിജയൻ ചേട്ടൻ ചീര വാങ്ങാനായിട്ട് വന്നു. ഞാനിതൊന്നും കൊണ്ട് കൊടുത്തിട്ട് വരണേ. ആ ചീര മേടിക്കാൻ അവിടെ ആൾ വന്നിരിക്കുന്നു. അപ്പോൾ അത് കൊടുക്കട്ടെ. പിന്നെ വൃത്തിയാക്കി കൊടുക്കണമല്ലോ. അത് ഈ കൃഷിപ്പണിക്കായിട്ട് പഞ്ചായത്തിന്റെ എല്ലാവരുടെയും ഒരു ആനുകൂല്യത്തിൽ കർഷകൻ എന്ന രീതിയിൽ തന്നതാണ്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് കുമാറൊക്കെ അതിൻ്റെ അകത്ത് വളരെ സഹായം ചെയ്യുന്നുണ്ട്. വെച്ചേക്കട്ടെ. ചെമ്പക ഷോപ്പിലല്ലേ? എന്താണ് ഈ പച്ചക്കറിയുടെ പ്രത്യേകത? പച്ചക്കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ജൈവവളം മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ്. കേട്ടല്ലോ ഇപ്പൊ ഞങ്ങളെ കുറിച്ച് കീടനാശിനി ഇവർക്കൊക്കെ വിശ്വാസമുണ്ട്. കീടനാശിനി ഒന്നും ഉപയോഗിക്കില്ല. വിജയന്റെ കടയിലും അങ്ങനെ തന്നെ. ഇവിടുത്തെ വന്നവർക്ക് ഇവിടുത്തെ പച്ചക്കറിയെ സംബന്ധിച്ച് നല്ല അഭിപ്രായമുണ്ട്. ആളുകൾ തിരക്കി വരും ഇവിടുത്തെ ചീരയുണ്ടാന്നൊക്കെ. ഇവിടുത്തെ ചീരയ്ക്ക് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്തായാലും. മറ്റുള്ള അത് ഈ ജൈവവളം മാത്രം ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അതെന്നോട് പറഞ്ഞു വേറൊന്നുമില്ല, പാടത്താണ്, വെള്ളം മാത്രമേ കൊടുക്കുന്നുള്ളൂ എക്സ്ട്രാ. വെണ്ട പറിച്ച് തന്നെയാണ് ഈ ചൊറിയുന്നത്. ഇതൊക്കെ ഉണ്ട് ഈ കൂട്ടത്തിൽ. അതൊന്നും നമ്മൾ മാനിക്കല. പിന്നെ ചേട്ടന് അറിയാം, ഈ എല്ലാവരെയും പോലെ ഒത്തിരി വലുതായി തൂക്കമല്ല നമ്മൾ ഉദ്ദേശിക്കണം. ചേട്ടനും കൂടി അതിന് നല്ലൊരു വിൽപ്പന നടക്കണം. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് തിരക്കി ചെല്ലുമെന്ന് ചേട്ടൻ പറയാറുണ്ട്, ഞങ്ങളുടെ ചീര ഉണ്ടാകുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ്.